പ്രപഞ്ചരക്ഷകന് സമ്മാനകന് ഇന്നും കണ്ണനായി വന്നവന് കാരണം ഓൾറെഡി വേറെ പ്രോഗ്രാം കഴിഞ്ഞാണ്ട് വരികയാണ്. ചെക്കന്മാരൊക്കെ പെറുക്കി കൂട്ടിയപ്പോ അനാൻഷ നമ്മൾ തൊട്ട് മുമ്പില് അനാൻഷല്ലിട്ട് അനാൻഷാന്റെ വണ്ടിയുള്ളൂ. ചെക്കന്മാരൊക്കെ എത്തിപ്പാളിയൊക്കെ ഉണ്ട്. അപ്പോഴാണ് മൈജിന്റെ മൊയിലാലായിട്ട് കയറിയത്. ഈ ചങ്ങായി എപ്പോഴും ബിസി ആയിക്കാറ്. അമീറാണ് ബ്ലാക്ക് ഇട്ടൊക്കെ ചെത്തി വരാണ്. എന്തോ ഒരു ചൊർക്കറിയോ എവിടെ പോലും കുടുംബ ബന്ധം പുലർത്തുന്ന ആളെ നമ്മള് സ്വന്തം അമീർ മാഷി. അപ്പോൾ നമ്മള് മൈജിന്റെ മൊയിലാലി അറിയാം നമുക്കൊരു ചായ ഇങ്ങോട്ട് കുടിച്ചാലും എങ്ങനെയാണ് ചായ ഫസ്റ്റ് ടേസ്റ്റ് ഒക്കെ അമീർ. അന്ന് ചെക്കന്മാരാണ് ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. പിന്നെ ചർച്ച തുടങ്ങി. കൈയിട്ട് വയറിലാണ് ഇവിടെ മുൻഗണന. എന്തോ ഒരു വയറിലെ അറിയോ അമീറതാരാടാ. എന്ത് വേണം? ഒരു പാത്രം പാല്. ഒരു പാത്രം പാലോ? ഇവിടെ ഗ്ലാസ്സിലാ പതിവ്. എനിക്കിതാണ് പതിവ്. എന്താ പറ്റില്ലേ? പുതിയാപ്പിളൊക്കെ നമ്മള് തീറ്റ കണ്ടാണ് നേരെ വന്നിക്കണം. നീച്ചാൻ ടൈം ആയിട്ടില്ല ചോദിച്ചു. ഈ ചെക്കന്മാരെ ശ്രദ്ധിച്ചോട്ടോ. ഇവര് മോസ്റ്റ് ഡേഞ്ചറസ് ആ. ഇവരെ നാട്ടിലത്തെ ചെക്കന്മാരെ ഇവരൊക്കെ തിന്ന് ഊറ്റത്തിലിരിക്കാണ്. ഫാരിയൊക്കെ ഫുൾ ഡയറ്റ് ആണ് അറിയാം. പണ്ടത്തെ പോലെയല്ല. ഏതായാലും ഫോട്ടോ എടുക്കാൻ നമ്മളങ്ങോട്ട് വിളിച്ചിരിക്കണേ. പുതിയാപ്പിള ഫുൾ ലുക്കിലാട്ടോ. ചൊറുക്ക് റബിയെ ഏതായാലും പുതിയണ്ണും വന്നിക്കണേ. ഒരു തമ്മിൽ അങ്ങനെ ഫോട്ടോ എടുത്ത് കാണാൻ. പുതിയാപ്പൾക്ക് പുതിയണ്ണാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതന്നെ പരിപാടി. ഫോട്ടോ എടുക്കലോട് എടുക്കല് ചിരിച്ച് നമ്മളെ തൊണ്ട വരുത്താവും. എന്താണ് നിങ്ങളെ നാട്ടിൽ പറയാൻ അറിയില്ല കേട്ടോ. ഇവിടെയാണ് ഒരു സ്റ്റാറ്റസ് ഇട്ട ചർച്ചയാണ്. ഒരു പാട്ട് ലജ്ജാവ് ഇട്ടാ ഒരാൾക്ക് എന്താണ് മറ്റേ പാട്ട് പറ്റൂല. ചിലവർക്ക് തുമ്മിയാണ്, ചിലവർക്ക് ചെല്ലും. എന്തൊക്കെയാണ് കഥ. ഇറ്റങ്ങൾ ഏതായാലും ലാസ്റ്റ് സ്റ്റാറ്റസ് അങ്ങോട്ട് ഇടിപ്പിച്ച് ഞാൻ ഇറ്റങ്ങളെ കൊണ്ട് ഭയങ്കര ഇടങ്ങേറാണേ. ഓസ്മ ജാസ്മിൻ അപ്പോൾ അവിടെ പുട്ടിങ്ങില അല്ല ടച്ചിങ്ങില. ആകെ സ്പെല്ല് മിസ്റ്റേക്ക് ആട്ടെ. എന്താ ചെയ്യണം? അളിയനും ചൊർക്കാട്ടോ. അളിയനും ഇപ്പൊ 2 ചൊർക്കായി കുടുംബത്തിൽ. എന്തൊരു ഭാഗ്യം. അമീറിനാണ് പിന്നെ ചായ മസ്റ്റാ. എന്തായാലും 30 ആയാലും 30 കാണിക്കാത്ത പവറാണ് ചങ്ങായിക്ക്. നല്ല ചെക്കനാട്ടെ. നമുക്ക് 500 രൂപയ്ക്ക് എണ്ണ കടിച്ചു തന്നു. ഓനെ മുമ്പിൽ ഇരുത്തിയാലും മെച്ചം ഇതൊക്കെ തന്നെയാണ്. ഏതായാലും പഠിച്ചവനെ കയറും ബർക്കത്തും നൽകട്ടെ. ആമീൻ. പിന്നെ പോയത് നമുക്ക് ഡീക്യൂനില്ല പുഷ്പം വാങ്ങാൻ പോയത്. പുഷ്പന്റെ കടയിലേക്കാണ് നമ്മൾ പോയത്. നമ്മളൊപ്പം പഠിച്ച അഖിലേട്ടന്റെ കടയിൽ. അഖിലാണ് ഭയങ്കര ബിസിയാ. പണ്ടത്തെ പോലെ ഒന്നല്ല. ഫുൾ കച്ചവടം, ഫുൾ ബിസിനസ് മൈൻഡാ. നമ്മളെ വരെ കച്ചവടക്കാത്ത ഭാഗ്യം. ഇന്നെ കണ്ടപ്പോൾ സെലിബ്രേറ്റിനെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാറാണ് അങ്ങോട്ട് വന്നതാണ് എൻ്റെ അടുത്തേക്ക്. ഏതായാലും പൂക്കളൊക്കെ വേണ്ട കോട്ടക്കിൽ പോയിക്കാണ് നമ്മൾ ചെക്കനൊക്കെ പൂക്കൾ വാങ്ങിക്കോളിട്ടോ. പിന്നെ നേരെ മിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തേക്കാ. ഓഡിറ്റോറിയം പണ്ടത്തെ പോലെ നല്ല വിജയൻ ബീച്ചിക്കാണ്. ഈ ചെക്കന്മാരെ പ്രത്യേകം സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞില്ലേ എല്ലാവിധ പരിപാടികളും വില ഏറ്റെടുത്തേക്കണേ. പടക്കക്കട ഉദാക്കവ അതാ പടക്കം കൊണ്ട് ഈ ചങ്ങായി മിന്നി എങ്ങനെ ശ്രദ്ധിച്ചു? ക്ലാസ്സിൽ ഏത് മണ്ടനും ചിലപ്പോൾ ആൻസർ പറയും. എക്സാമിൽ എഴുതുന്നവരാണ് ടോപ്പർ ആവുന്നത്. പുതിയ തിരക്കിലാണ്. നമുക്ക് അതിന്റെ അടി കൂടെ പിന്നെയും ഫോട്ടോ എടുപ്പിച്ചു. അപ്പോഴാണ് പറപ്പൂരിനെ കണ്ടേ. പറപ്പൂര് ഫുൾ പവറിലാട്ട് നമുക്ക് കൈയൊക്കെ തന്നിക്കണേ. അത് വീട് ഷാജിയേട്ടാ. ഇതിലും വലുതെന്തോ വരായിരുന്നത്. ഇതിലും വലുതല്ല. ചെക്കൻ പോയപ്പോ 4-5 ചെക്കന്മാർ ഇതൊക്കെ കയറിയിരുന്നു. ഞാൻ പറഞ്ഞു കുട്ടികളോട് കുറച്ച് ടൈമും കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ചെക്കന് ഇത് അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല ചെക്കനാട്ടോ. മറ്റേ കുട്ടികളുടെ പറയും. ആകെപ്പാടെ തിരക്കിലാണ് ഇപ്പൊ എല്ലാരും. അതിന്റെ കൂടെ കൈയൊക്കെ കൊടുക്കണ്ടേ. എന്തോ ഒരു തിരക്കറിഞ്ഞ ബിലൊക്കെ ചോദിക്കട്ടെ. സ്വന്തം അയ്യോ ഒന്നും പറ്റിയതല്ല. ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. നമ്മളെ കോളേജിലെ ന്യൂ കപ്പിൾ ഇന്ന് വരെ സ്നേഹമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? മൂടുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ബിന്ദുവിന് മൂടുള്ള ഒരു വാക്ക് കേൾക്കണമല്ലേ? പറയട്ടാ മൂട്. നീ വന്നെഞ്ചോരം കാമുകി പൊന്മൈനേ കുഴലൂതി പാടി. ഇന്റെ ചെക്കന്മാരാണ് പുതിയാപ്പളിനാറ്റും വലിയ സെലിബ്രേറ്റ് ആളാ. நீ எங்க போன? இன்னொரு கிட்னியை கூட எடுத்துக்கங்கடா. அவனை பாடுறதுன்னு பாட்ட சொல்லுங்கடா. നിന്നെ വേദനിപ്പിക്കാനായ മണ്ണിലേക്ക് ഞാനില്ല. ഇനിയുള്ള കാലമെൻ ജീവിതം മറുമണ്ണിലായി ഞാൻ തീർക്കാം. ഒരുപാട് കാലം ഞാൻ നിന്നെയോർത്തിട്ടലങ്ങ് തിരിഞ്ഞ് നടന്ന് കാണാത്ത ഭാവം നടിച്ചു ദൂരെ. ഇതാണ് ആദ്യത്തെ അധ്യായം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. എല്ലാവരും ബോറടിച്ചിട്ടുണ്ട്. എല്ലാവരും നിൽക്കിട്ട് പ്രോഗ്രാം കഴിയാൻ എല്ലാവരും നിൽക്കണ്ടോ? നമുക്ക് 2 വരി ഞാൻ പഠിച്ചു വന്ന സോങ് ആണ്. ഫുൾ ടൈം ആയിട്ടില്ല. എന്നാലും നമുക്ക് പോകേണ്ട ദൂരൊരാളും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ
കഥകൾ നിനക്കാതെ ചിറാപുഞ്ചി മയത്തെ നിലാവഞ്ചി തുണയത്തെ ചിറാപുഞ്ചി മയത്തെ നിലാവഞ്ചി തുണയത്തെ. കത്തിച്ചു വിട്ടോടാ, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. വേഗം ചെന്നില്ലെങ്കിൽ നമ്മുടെ മൈക്കിൾ ജാക്സൺ എല്ലാരും കൂടി എടുത്തിട്ട് പൊരിക്കും. ഇയാൾ എന്തായി കാണിക്കുന്നത്? 10-20 പടത്തിൽ ഇയാൾ തന്നെ എതിർള്ള സ്റ്റെപ്സ് ആയത് അമർക്കാൻ കേട്ടത്. എല്ലാ പടത്തിലും താൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്? എല്ലാ സിനിമയിലും താൻ ഈ സെയിം ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷൂട്ടിങ്ങിനും ഇതേ എന്ന് തന്നെയല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ? പിന്നെ ഡാൻസിന് ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണ പുരുഷൻ നോർമൽ അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളമായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്.